ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ റെസിപ്പി ഞണ്ട് റോസ്റ്റ് ആണ് കേട്ടോ. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ഞണ്ട് റോസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. ആദ്യം നമുക്ക് ഞണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കളറും അത്യാവശ്യം കുറച്ച് എരിവൊക്കെ ഉള്ളൊരു മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും മതി നമുക്ക് ഞണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാലയ്ക്ക്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഞണ്ട് അതിലിട്ട് കൊടുത്ത് ഒന്ന് മസാല പുരട്ടിയെടുക്കാം. ഞാനിവിടെ 1 കിലോനോളം ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഞണ്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം അളവിൽ ഇഞ്ചി പേസ്റ്റ്, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയുമാണ്. നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മസാല പറ്റി വെച്ചിട്ടുള്ള ഞണ്ടൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞണ്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം അത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഞണ്ട് ഫ്രൈ ഉണ്ടാക്കുന്നത്. അതിനായി ഇതിലേക്ക് ഒരു 4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1.5 ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റ്, ഒരു 1.5 ടീസ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. നന്നായി നൈസാക്കി അരിഞ്ഞതാണ്. സവാള എത്രയുണ്ടോ അത്രയും നല്ല ടേസ്റ്റാണ് ഞണ്ട് ഫ്രൈയിലേക്ക്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തോടെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ്, എരിവ്, ഉള്ളി ഇതെല്ലാം ഓരോരുത്തർ എടുക്കുന്ന ഞണ്ടിനനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് അളവിന് ഇട്ട് കൊടുക്കേണ്ടത്. ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഉള്ളിയൊക്കെ ഒരു 4 സൈഡിലേക്ക് ആക്കി വെച്ച് സെൻറ്ററിൽ ഇതുപോലെ ഒരു സ്പേസ് ഇടണം. അതിലേക്കാണ് നമ്മൾ ഇനി മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയാണ്. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് ഉള്ളിയും മസാലയൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പരിവാവുന്നവരെ ഇളക്കി കൊടുക്കുക തന്നെ വേണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഈ സമയം നമ്മൾ ചെയ്യാൻ. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി കട്ട് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. തക്കാളി നന്നായി വെന്ത് വരാനായി നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പിന്നീട് നമുക്ക് കുരുമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 1 ടീസ്പൂണോളം കുരുമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 1 ഗ്ലാസ്സോളം ചൂടുവെള്ളമാണ് പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഞണ്ട് ഫ്രൈ ചെയ്യാതെയും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഒന്നും കൂടി ഫ്രൈ ചെയ്തിട്ട് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നിയത്. ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് നന്നായി ഞണ്ട് വേവിച്ചെടുക്കാം. ഞണ്ട് നന്നായി കുക്കായിട്ട് വരണം. ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു.
ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി എല്ലായിടത്തേക്കും മസാല എത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മളെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല ഡ്രൈ ആയിട്ട് നല്ല കറുത്ത കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.